നമസ്കാരം. ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഏതാണ്ട് ഒരാഴ്ചയിലധികമായിട്ട് നമ്മുടെ ഈ ചാനലിൽ വീഡിയോസ് ഇല്ലായിരുന്നു. മറ്റൊന്നുമല്ല, യൂട്യൂബ് നിർത്തിയതല്ല, മറിച്ച് ഞാനൊരു വിദേശ യാത്രയിലായിരുന്നു. അപ്പം തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ, കരിയർ അറിവുകളൊക്കെ മനസ്സിലാക്കാം. ഈ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് എയർപോർട്ടുകളിലേക്കുള്ള ചില അവസരങ്ങൾ, പ്രത്യേകിച്ച് പ്ലസ് ടു ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞവർക്ക് നമ്മുടെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള എയർപോർട്ടുകളിലെ ചില അവസരങ്ങൾ മനസ്സിലാക്കാം. ആ അവസരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് IT ജോലി തേടുന്നവർക്ക് ഇൻഫോ പാർക്കിംഗ്, അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് റിലേറ്റഡ് മേഖലയിലുള്ളവർക്ക്, അല്ലെങ്കിൽ ഓഡിറ്റ് മേഖലയിൽ കൊമേഴ്സുകാർക്ക്, അങ്ങനെയൊക്കെയുള്ള ചില അവസരങ്ങൾ കണ്ടിട്ട് ഈ എന്താ പറയുക, ഈ എയർപോർട്ട് അവസരങ്ങൾ കൂടി മനസ്സിലാക്കാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ആദ്യം നമുക്ക് രണ്ട് IT അവസരങ്ങളൊന്നും മനസ്സിലാക്കാം. ഓർക്കുക, ഈ IT അവസരങ്ങൾ കുറയുന്ന ഈ സമയത്ത് ഇങ്ങനെ വീണ് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. വോളർഗോ എന്ന് പറഞ്ഞൊരു കമ്പനി സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഇന്റേൺസിനെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രഷേഴ്സിനും അപേക്ഷിക്കുവാനായിട്ട് വരും. പ്രത്യേകിച്ച് ഈ റിയാക്ട്, അല്ലെങ്കിൽ .NET, പൈത്തൺ, HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, MongoDB, SQL, MERN, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെക്നോളജി അറിയുന്നവർക്കായിരിക്കും അവസരങ്ങളുള്ളത്. ഫ്രഷേഴ്സ് ക്യാൻ അപ്ലൈ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. റോള് ഓവർവ്യൂ ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. ഇതുകൂടാതെ ടെലോയിസ് ടെക്നോളജീസ് എന്ന് പറഞ്ഞ ഹയറിംഗ് നടത്തുന്നുണ്ട്. ഇൻഫോ പാർക്കിലുള്ള ഒരു കമ്പനിയാണ്. ഓസ്ട്രേലിയയിലൊക്കെ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ്. ഇവര് BTech, BCA, BSc കമ്പ്യൂട്ടർ, MCA, MSc-ക്കാരെയാണ് ഹയർ ചെയ്യുന്നത്. പ്രിഫറിംഗ് കാൻഡിഡേറ്റ്സ് ഫ്രം കേരള എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ജാവ ഡെവലപ്പേഴ്സ് ആയിട്ട് മിനിമം 6 months ഉള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്. ജാവ ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. ടെസ്റ്റേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്പേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പൈതൺ, ജാങ്കോ, ഇങ്ങനെയൊക്കെയുള്ള ടെക്നോളജി അറിയാവുന്നവർക്കുള്ള അവസരങ്ങളാണ്. ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓർക്കുക, എല്ലാ വേക്കൻസികളുടെയും ഡീറ്റെയിൽസ് jobsbridge.com എന്ന നമ്മുടെ സൈറ്റിലുണ്ട്. അവിടെ പോയിട്ട് കമ്പനിയുടെ പേര് പറഞ്ഞ് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് പരിശോധിക്കുക. ഇനി നമുക്ക് അക്കൗണ്ടിംഗ് മേഖലയിലുള്ളവർക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് ജോലികൾ താല്പര്യമുള്ളവർക്കുള്ള ചില അവസരങ്ങളൊന്ന് സൂചിപ്പിക്കാം. യൂണിവേഴ്സൽ ഓഡിറ്റ് കോർപ്പറേറ്റ്സ്, UAC, ഈ കമ്പനി ഓഡിറ്റ് അസിസ്റ്റന്റ്മാരായിട്ട് 5 പേരെ നിയമിക്കുന്നുണ്ട്. എറണാകുളത്താണ് തൊഴിലവസരങ്ങൾ. 25,000 മുതൽ 30,000 രൂപ വരെ സാലറി പ്രതീക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. മിനിമം BCom അല്ലെങ്കിൽ CA, CMA, CS, ഇന്റർമീഡിയറ്റ് കഴിഞ്ഞവർ, ACCA പാർട്ട് ക്വാളിഫൈഡ് ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. BComകാർക്കും അപേക്ഷിക്കാം. ഇങ്ങനെ ഈ ഇന്റർമീഡിയറ്റോ പാർട്ട് ക്വാളിഫൈഡ് ഒക്കെ ഉള്ളവർ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഫ്രഷേഴ്സിനും ഒരു 1 year താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കുമായിരിക്കും അവസരങ്ങളുള്ളത്. അക്കോമഡേഷനും ട്രാവലിംഗ് എക്സ്പെൻസ്, ഓഡിറ്റിനൊക്കെ പോകുമ്പോൾ ട്രാവൽ എക്സ്പെൻസ് ഒക്കെ വേണ്ടി വരും. അതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത അവസരം ചാസ് എന്നാണ്. ചാസ് എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലെ ഈ ഉള്ള ഒരു സ്ഥാപനമാണ്. ചങ്ങനാശ്ശേരി സോഷ്യൽ സൊസൈറ്റി, അങ്ങനെ എന്തോ ആണ് ഇതിന്റെ ഫുൾ ഫോം. അപ്പൊ ഇവര് ഒരു 2 റിക്രൂട്ട്മെന്റുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 100-ൽ പരം ഒഴിവുകൾ ഹോട്ടൽ റിസോർട്ട് മേഖലയിലുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിലേക്കുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ 25-ാം തീയതി 10 മണിക്ക് ചാസിന്റെ ചങ്ങനാശ്ശേരി ഓഫീസിൽ വെച്ച് നടക്കുന്നുണ്ട്. ഓപ്പൺ പൊസിഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഡ്യൂട്ടി മാനേജർ മുതൽ ഷൂ ഷെഫ്, IT ഇൻചാർജ് മുതൽ മെയിൻ്റനൻസ് ഇൻചാർജ്, അങ്ങനെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്, F&B, ക്ലീനിങ് സ്റ്റാഫ് വരെയുള്ള അവസരങ്ങളുണ്ട്. ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങൾ, അക്കോമഡേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇവിടെ നൽകുന്നുണ്ട്. ഈ ചാസിലേക്ക് തന്നെ ഫീൽഡ് വർക്കേഴ്സ് ആയിട്ട് സോഷ്യൽ വർക്കുകാരെ ഹയർ ചെയ്യുന്നുണ്ട്. അതായത് MSW, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞവരെ ഹയർ ചെയ്യുന്നുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും പ്രിഫർ ചെയ്യുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ വോക്ക് ഇൻ ഇന്റർവ്യൂ 23-ാം തീയതി ശനിയാഴ്ചയാണ്. മറ്റേ ഈ ഹോട്ടൽ ആൻഡ് റിസോർട്ട് മേഖലയിലെ 100ഓളം ഒഴിവുകളിലേക്കുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ 25-ാം തീയതി തിങ്കളാഴ്ചയാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലുണ്ട്. അവിടെ അതിനകത്തെ നമ്പറിൽ ചാസിനെ ബന്ധപ്പെട്ട എലിജിബിലിറ്റി ഒക്കെ തിരക്കിയതിനു ശേഷം വേണം വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട്. ഇനി വിദേശത്ത് വളരെ മികച്ച ശമ്പളത്തിൽ, ഏതാണ്ട് പ്രതിമാസം 1,80,000 രൂപ, അതായത് പ്രതിവർഷം എത്ര 20 ലക്ഷത്തിലധികം ശമ്പളത്തിൽ ജോലി നേടുവാനുള്ള ഒരു അവസരം സൂചിപ്പിക്കാം. എല്ലാവർക്കും ഉള്ളതല്ല. വിഷ്വൽ എഫക്ട്സ്, ആനിമേഷൻ, മൾട്ടിമീഡിയ ഒക്കെ അറിയാവുന്നവർക്കുള്ള അവസരമാണ്. സെൻട്രൽ ആഫ്രിക്കയിലേക്കുള്ള, ഈസ്റ്റ് ആഫ്രിക്കയിലുള്ള ഒരു കമ്പനി, ഒരു യൂണിവേഴ്സിറ്റി,
യൂണിവേഴ്സിറ്റിയുടെ ടോപ്പ് പൊസിഷനിലുള്ളവർ പലരും മലയാളികളാണ്, എനിക്ക് നേരിട്ട് പരിചയമുള്ളവരാണ്. അവരറിയിച്ചിട്ടുള്ള ഒരു അവസരമാണ്. അവരുടെ ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലേക്ക് കമ്പാലയിലേക്ക് ലെക്ചേഴ്സിനെ ഹയർ ചെയ്യുന്നത്. വിഷ്വൽ എഫക്ട്സ്, ആനിമേഷൻ, മൾട്ടിമീഡിയ സിസ്റ്റം ഈ മേഖലയിലാണ് ഹയറിംഗ് നടക്കുന്നത്. ഡിജിറ്റൽ ക്രിയേറ്റിവിറ്റി, ആനിമേഷൻ ടെക്നോളജി, ഗെയിം ഡിസൈൻ, മൾട്ടിമീഡിയ പ്രൊഡക്ഷൻ, വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ്, അക്കാഡമിക് ആൻഡ് പ്രാക്ടിക്കൽ ഇൻഡസ്ട്രി എക്സ്പോഷറിലൊക്കെ ഉള്ളവർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ടീച്ചിങ് ആയിരിക്കും ജോലി. അതിൻ്റെ ടീച്ചിങ്ങിൻ്റെ ഏരിയകളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. മിനിമം ഒരു 3 to 5 years ടീച്ചിങ്ങിലോ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. ഇനി നമുക്ക് എയർപോർട്ട് അവസരങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഡിഗ്രിക്കാർക്കും പ്ലസ് ടുക്കാർക്കും ഒക്കെ അവസരങ്ങളുണ്ട്. AAI കാർഗോ ലോജിസ്റ്റിക്സ് ആൻഡ് അലൈഡ് സർവീസസ് കമ്പനി. ഇത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ എയർപോർട്ടുകളെയൊക്കെ മാനേജ് ചെയ്യുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സബ്സിഡറി കമ്പനിയാണ്. AAI കാർഗോ ലോജിസ്റ്റിക്സ് ആൻഡ് അലൈഡ് സർവീസസ് കമ്പനി, AAI CLAS, AI ക്ലാസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ ഇവരാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. സെക്യൂരിറ്റി സ്ക്രീനർ തസ്തികയിലേക്ക് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. അപ്പോൾ ഓർക്കും ഇതൊരു ഫിക്സഡ് ടേം എൻഗേജ്മെന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് പെർമനന്റ് ജോബ് അല്ല. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. അത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. കോഴിക്കോട് 17 ഒഴിവുകളുണ്ട്. ടോട്ടൽ വേക്കൻസികൾ നിങ്ങൾ കാണാം. ഡെറാഡൂണുണ്ട്, കൊൽക്കട്ടയുണ്ട്, പാറ്റ്നയുണ്ട്, ട്രിച്ചി ഉണ്ട്. ട്രിച്ചി തമിഴ്നാടാണ്. പിന്നെ ഉദയ്പൂർ ഉണ്ട്. ഇതെല്ലാം കൂടെയാണ് അവസരങ്ങൾ. കോഴിക്കോട് മാത്രം 17 ഒഴിവുകളുണ്ട്. ഇത് 8-ാം തീയതി ജൂൺ വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പം ഇത് ഡിഗ്രിക്കാർക്കുള്ള ഒരു അവസരമാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഗ്രാജുവേഷൻ ഫ്രം എനി റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, മിനിമം 60% മാർക്ക്, അതായത് ഫസ്റ്റ് ക്ലാസ് മാർക്കിൽ ഡിഗ്രി നേടിയിരിക്കണം. ഇനി ജനറൽ OBC EWS കാറ്റഗറിയില്ല, SC STക്കാർക്ക് 55% മാർക്കിലുണ്ടെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുവാൻ. അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കൃത്യമായിട്ട് 60 ആണോ 70 ആണോ എത്രയാണ് എന്നുള്ളത് കൊടുക്കണം. അത് ഗ്രേഡിങ് കൊടുക്കല്, പെർസെൻറ്റേജിൽ തന്നെ കൺവേർട്ട് ചെയ്ത് കൊടുക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ എബിലിറ്റി ടു റീഡ്, സ്പീക്ക് ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് ലോക്കൽ ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷും ഹിന്ദിയും വായിക്കാനും സംസാരിക്കാനും അറിയണം. അതേപോലെ ലോക്കൽ ലാംഗ്വേജ്, കേരളത്തിലൊക്കെ ആണെങ്കിൽ മലയാളം, ഇപ്പം ട്രിച്ചിലൊക്കെ ആണെങ്കിൽ തമിഴ്, അതൊക്കെ സംസാരിക്കാൻ അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഏജ് മാക്സിമം 27 വയസ്സ് വരെ, അതിൽ കൂടുതൽ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മെയ് 1-ാം തീയതി പ്രകാരമായിരുന്നു. എന്താണ് ഈ സെക്യൂരിറ്റി സ്ക്രീനർ ജോലിയുടെ ഒരു സ്വഭാവം? carry out screening of cargo and inline hold baggage of technical or other means which are included to identify and carry out other security functions at airport and cargo complex. അതായത് എയർപോർട്ടിനകത്ത് പാസഞ്ചേഴ്സ് ഒക്കെ വരുമ്പോൾ അവരുടെ ഹാൻഡ് ഹെൽഡ് ബാഗ്, കയ്യിലുള്ള ബാഗുകളൊക്കെ ഒന്ന് പരിശോധിക്കുക. അതല്ലെങ്കിൽ ഈ കാർഗോയിലൊക്കെ ഉള്ള എന്താ പറയുക ബാഗ്സ് ഒക്കെ സ്ക്രീൻ ചെയ്യുക. ഇതൊക്കെ ആയിരിക്കും ജോലിയുടെ ഒരു സ്വഭാവം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ശ്രദ്ധിക്കുക. ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാകും. ജനറൽ കാറ്റഗറിക്കും OBCക്കാർക്കും 750 രൂപയാണ്. എന്നാൽ വുമൺ അതേപോലെ SC ST EWS കാൻഡിഡേറ്റ്സിന് 100 രൂപ ആപ്ലിക്കേഷൻ ഫീ നൽകിയാൽ മതിയാകും. അതായത് പെൺകുട്ടികൾക്കും SC ST EWS കാറ്റഗറി 100 രൂപ, അല്ലാത്തവരൊക്കെ 750 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീ. കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്, ഓർക്കുക. 8-ാം തീയതി ജൂൺ വരെ ആയിരിക്കും ഞങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയുക. എങ്ങനെയായിരിക്കും സെലക്ഷന്? ഓൺലൈനിലൂടെ തന്നെ അപ്ലൈ ചെയ്യണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് അപ്ലൈ ചെയ്യുന്നത് സ്വീകരിക്കത്തില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ഇവരുടെ സൈറ്റൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ നൽകുന്നുണ്ട്. അപ്ലൈ ചെയ്യുമ്പോൾ ഫോളോയിങ് ഡോക്യുമെന്റ്സ് ഒക്കെ അറ്റാച്ച് ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി അതിൻ്റെ പേ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഈ സെക്യൂരിറ്റി സ്ക്രീനർ ഫ്രഷർ അങ്ങനെയുള്ളവർക്ക് ഇനീഷ്യലി ഉള്ള ശമ്പളം, അതായത് ട്രെയിനിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫസ്റ്റ് ഇയറിൽ 30,000 പെർ മന്ത് ആയിരിക്കും. സെക്കൻഡ് ഇയർ 32,000 പെർ മന്ത്. തേർഡ് ഇയർ 34,000. 3 വർഷത്തേനായിരിക്കും. ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ 30,000 മുതൽ 34,000 രൂപ വരെ ആയിരിക്കും
പെർ മന്ത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം ഒരു ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ്ങിന്റെ സമയത്ത് നിങ്ങൾക്ക് വേറെ ആയിരിക്കും നിങ്ങളുടെ റിമ്യൂണറേഷൻ എന്ന് ഞാൻ സൂചിപ്പിക്കാം. ഓർക്കുക, ഈ ശമ്പളം കൂടാതെ TA, DA, ലോഡ്ജിങ് ആൻഡ് ബോർഡിംഗ് ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെ നിങ്ങളെ നിയമിക്കുകയാണെങ്കിൽ TA, DA, അവിടുത്തെ ലോഡ്ജിങ്, ബോർഡിംഗ് അത് 3 ടയർ AC ഫെയറിന് തുല്യമായൊക്കെ നിങ്ങൾക്ക് തരും. ലീവിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, നിങ്ങളെ സെലക്ട് ആയി കഴിഞ്ഞാൽ ഫ്രഷർ ആയതുകൊണ്ട് തന്നെ അവരൊരു ട്രെയിനിങ് തരും. ആ സമയത്ത് എനിക്ക് 15,000 രൂപ പെർ മന്ത് ആയിരിക്കും സ്റ്റൈഫൻഡ് നൽകുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സക്സസ്ഫുൾ പാസിംഗ് ഓഫ് ഓൾ ട്രെയിനിങ് എക്സാമിനേഷൻ, ട്രെയിനിങ്ങിന് ശേഷമുള്ള എക്സാമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാലായിരിക്കും നിങ്ങൾ ശമ്പളത്തിലേക്കൊക്കെ എത്തുക എന്ന കാര്യം, 30,000 രൂപ എന്നൊക്കെയുള്ള കാര്യം പ്രത്യേകം അറിയുക. ബാക്കി ഈ ട്രെയിനിങ് എന്തൊക്കെയാണ് ആ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. അപ്പം ഡിഗ്രിക്കാർക്ക് ലഭ്യമായിരിക്കുന്ന അവസരം ഏതാണ്? സെക്യൂരിറ്റി സ്ക്രീനർ തസ്തികയിലേക്ക് ലഭ്യമായിരിക്കുന്ന അവസരമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഏതെങ്കിലും വിഷയത്തിൽ മിനിമം 60% ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. കോഴിക്കോട്ടെ 17 ഒഴിവുകൾ ഉൾപ്പെടെ അവസരങ്ങളുള്ളത്. 8-ാം തീയതി ജൂൺ വരെ ആയിരിക്കും അവസരമുള്ളത്. ഇനി നമുക്ക് +2കാരുടെ അവസരം കൂടി ഒന്ന് പരിശോധിക്കാം. ഇതാ നോക്കുക, സെയിം കമ്പനി തന്നെ AI ക്ലാസ്, ഇവര് തന്നെയാണ് +2കാരെ ഹയർ ചെയ്യുന്നത്. AI കാർഗോ ലോജിസ്റ്റിക്സ് ആൻഡ് അലൈഡ് സർവീസസ് കമ്പനി, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സബ്സിഡറി ഉണ്ട്. അവരുടെ 13-ാം തീയതി വന്ന നോട്ടിഫിക്കേഷൻ ആണ് എൻഗേജ്മെന്റ് ഓഫ് പേഴ്സണൽ അറ്റ് AI കാർഗോ ലോജിസ്റ്റിക്സ് ആൻഡ് അലൈഡ് സർവീസസ് കമ്പനി. 3 ഇയർ ഫിക്സഡ് ടേം കോൺട്രാക്റ്റിലായിരിക്കും ഇവിടെയും നിയമനം എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അസിസ്റ്റന്റ് സെക്യൂരിറ്റി എന്ന തസ്തികയിലേക്കാണ്. മറ്റേത് സെക്യൂരിറ്റി സ്ക്രീനർ ആണെങ്കിൽ ഇവിടെ അസിസ്റ്റന്റ് സെക്യൂരിറ്റി എന്ന തസ്തികയിലേക്ക് ഓൾ ഇന്ത്യ ബേസിലാണ് അവസരം ഉള്ളത്. ഇതിൽ +2കാരുടെ ഈ ഒരു അവസരത്തിൽ കേരളത്തിൽ ഒഴിവുകളില്ല. നമ്മുടെ തമിഴ്നാട്ടിൽ തിരുപ്പതി ഉണ്ട്, ആന്ധ്രയിലാണ് തിരുപ്പതി, തമിഴ്നാട്ടിൽ ട്രിച്ചിയുണ്ട്, മധുരയുണ്ട്, അതുപോലെ നോർത്തിൽ ഭുവനേശ്വർ, ഉദയ്പൂരിലേക്കൊക്കെയാണ് അവസരങ്ങളുള്ളത്. 2-ാം തീയതി ജൂലൈ വരെ ആയിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഇതാ ഇവിടെ നൽകുന്നു. എലിജിബിലിറ്റി ക്രൈറ്റീരിയ, +2 ഫ്രം എനി റെക്കഗ്നൈസ്ഡ് ബോർഡ്, ഏതെങ്കിലും ബോർഡ് നമ്മുടെ ഹയർ സെക്കൻഡറി ഉൾപ്പെടെ ഉള്ളിടത്ത് നിന്ന് +2 ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. വിത്ത് മിനിമം 60% മാർക്ക് ഫോർ ജനറൽ കാറ്റഗറി. ഇവിടെയും ഫസ്റ്റ് ക്ലാസ് മാർക്ക് വേണം. SC ST-കാരാണ് 55% ഉള്ള +2കാർക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. മാർക്ക് എൻ്റർ ചെയ്യുമ്പോൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ 60, 70, 80 എന്നൊക്കെ എഴുതണം. നിങ്ങളുടെ CGPA A+ ഒന്നും എഴുതിയിട്ട് കാര്യമില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പിന്നെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, ലോക്കൽ ലാംഗ്വേജ് ഒക്കെ വായിക്കാനും എഴുതാനും സംസാരിക്കാനും ഒക്കെ അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഏജ് 27 വയസ്സിൽ താഴെ ആയിരിക്കണം. ജോബ് പ്രൊഫൈല് ഇതാ ഇവിടെ നൽകുന്നുണ്ട്. അസിസ്റ്റൻസ് ഓഫ് ഓപ്പറേഷണൽ വർക്ക്സ് അറ്റ് എയർപോർട്ട്, അസിസ്റ്റൻസ് ഓഫ് passengers baggage handling, loading and unloading of baggage and other multi-tasking operational work. അതായത് ബാഗേജ് ലോഡിങ്, അൺലോഡിങ്, പാസഞ്ചേഴ്സിന്റെ ബാഗേജ് ഹാൻഡിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, ഓപ്പറേഷണൽ ജോലികൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെയാണ് ജോലിയുടെ ഒരു സ്വഭാവം. ഇവിടെ ആപ്ലിക്കേഷൻ ഫീ 500 രൂപയാണ് ജനറൽ കാറ്റഗറി, OBC-കാർക്കൊക്കെ. എന്നാൽ വുമണും SC ST EWS കാൻഡിഡേറ്റ് 100 രൂപ ആപ്ലിക്കേഷൻ ഫീ നൽകിയാൽ മതിയാകും. അപേക്ഷിക്കേണ്ട അവസാന തീയതി, അപേക്ഷ ആരംഭിക്കുന്നത് 11-ാം തീയതിയാണ് ജൂണ്, അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 2-ാം തീയതിയാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഓൺലൈൻ വേണം അപേക്ഷിക്കുവാനായിട്ട്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകുന്നുണ്ട്. ഇതിന്റെ പേ പാക്കേജ് 21,500 ആണ് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയറിൽ 22,000, തേർഡ് ഇയറിൽ 22,500 പെർ മന്ത് എന്നാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ നമുക്ക് സൂചിപ്പിച്ച പോലെ തന്നെ TA DA ലോഡ്ജിങ്, ബോർഡിങ് അതൊക്കെ ആവശ്യമുള്ള പക്ഷം ലഭ്യമാകുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇവിടെ നൽകുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ട്, അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഡേറ്റ് മുതൽ വേണം അപേക്ഷിച്ച് തുടങ്ങുവാനായിട്ട്. അപ്പോൾ നോക്കുക, ഞാൻ കണ്ടെത്തിയ ചില അവസരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് കമ്പനിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അപ്ലൈ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. അതിലും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടുതൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിരുന്നു, താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്,
വെബ്സൈറ്റ് ഉണ്ട്, അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ സേവനങ്ങളൊക്കെ സൗജന്യമാണ്, അതൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ നല്ലൊരു ഭാവി നടത്തട്ടെ.